സന്ദീപ് രാജാക്കാട് കൂടി നമ്മോടൊപ്പം ഉണ്ട്. സന്ദീപ്, നമ്മൾ നേരത്തെ കാട്ടാനകൾ നാട്ടാനകളായപ്പോൾ ആ നാട്ടാനകൾക്ക് കൊടുക്കുന്ന പരിചരണത്തെക്കുറിച്ചാണ് വിശദീകരിച്ചതെങ്കിൽ കാട്ടുമൃഗങ്ങളെ, വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാട്ടിൽ വെള്ളമില്ലാത്ത സ്ഥിതി വരുമ്പോൾ അവർ നാട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഞാൻ കാണുന്നത് പോലെ തന്നെ സന്ദീപിൻ്റെ പിന്നിലുള്ള ഈ ഏലച്ചെടികളൊക്കെ നശിപ്പിക്കുന്നത് ഇത്തരം കാട്ടാനകൾ വന്നിട്ടാണോ? യേഷ് കുമാർ, തീർച്ചയായിട്ടും ഏലച്ചെടികൾ കാട്ടാനകൾ നശിപ്പിക്കുന്നു. ഒപ്പം തന്നെ കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഞാനിപ്പം ഇരട്ടയാർ എന്ന് പറയുന്നൊരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാം ഈ ഏലത്തോട്ടം ഈ വരൾച്ചയിൽ പൂർണ്ണമായി തന്നെ ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെ ചോട്ടിൽ നോക്കിയാൽ അറിയാം, ഇത് പൂർണ്ണമായിട്ടും ഉണങ്ങി ഇതുപോലെ ആ ഏലച്ചെടികൾ നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ നിന്ന് ഒരു വരുമാനം പോലും ഇനി ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടാവത്തില്ല. ഒന്നോ രണ്ടോ ചിമ്പുകൾ മാത്രമാണ് നിൽക്കുന്നത്. അതിന്റെ ചോട്ടിൽ നോക്കിയാൽ പുതിയ ചിമ്പ് വരുന്നതോ ഇല്ലെങ്കിൽ കായുണ്ടാകുന്ന ശരമുണ്ടാകുന്ന അവസ്ഥയോ ഇല്ല. ഈ ഒരു സൈഡിലേക്ക് നോക്കിയാൽ ഈ ഒരു ചെടി പൂർണ്ണമായും ഈ കച്ചിയായി കിടക്കുന്നത് പൂർണ്ണമായും വേനലിൽ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 1 രൂപ പോലും ഇതിൽ നിന്ന് വരുമാനം കിട്ടില്ല. ഏതാണ്ട് 2ാം വർഷം ചെടിയാണ്. ഇതിൽ നിന്ന് വലിയ തുക മുടക്കി ഈ കൃഷിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയൊക്കെയാണ് വന്യമൃഗശല്യവും അതിരൂക്ഷമായി മാറിയിരിക്കുന്നത്. ഇവിടെ ഒരു കർഷകനായിട്ടുള്ള ഒരു ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്താ പേരെന്താ? എൻ്റെ പേര് രവി എന്നാണ്. നമ്മളിപ്പോൾ എലൈറ്റ്വടി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രോപ്പർ. അതായത് ഞാൻ ഏലം കർഷകനാണ്. ഒരു 10-13 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഏലം കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മളാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമുക്ക് കിട്ടേണ്ട സ്പൈസസ് ബോർഡിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ളൊരു ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടാത്ത, എന്ന് പറഞ്ഞാൽ ഒരു ആനുകൂല്യം വേണ്ട, നമുക്കൊരു സഹായം ഏതെങ്കിലും ഒരു സമയത്ത് അവരൊന്ന് വിസിറ്റ് ചെയ്ത് നമ്മളെ ഇതിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ഹെൽപ്പ് ചെയ്തു തരുന്നൊരു പ്രവണത നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഈ 13 വർഷമായിട്ട് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 30 വർഷമായിട്ട് സർവീസിലായിരുന്നു, ആർമിയിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് സമാധാനത്തിൽ അവനവനുള്ള കൃഷി സ്ഥലങ്ങളിൽ മാതാപിതാക്കളെയൊക്കെ സംരക്ഷിച്ച് ഭംഗിയായിട്ട് ജീവിച്ചു പോകാം എന്നുള്ള, ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ജീവിച്ചു പോകാം എന്നുള്ള രീതിയിലാണ് ഈ മേഖലയിലേക്ക് മാറിയത്. നമുക്കിപ്പോൾ ഈ കാണുന്ന തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെടി നമ്മൾ അതായത് 18 മാസം പൂർത്തിയായി കഴിയുമ്പോൾ ഏതാണ്ട് ഒരൊറ്റ മൂട് ചെടിക്ക് നമുക്ക് 1500 മുതൽ 1700 രൂപ വരെ ഈ ഭൂമി തയ്യാറാക്കി ചെടി 18 മാസമായി കഴിയുമ്പോൾ ഇത്രയും പൈസ നമുക്ക് ഇതിന് ചിലവാകുകയാണ്. ആ ചിലവാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 80% ലോൺ എടുത്താണ് പ്രൈവറ്റ് ഏജൻസികളിൽ നിന്നും ബാങ്കിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ലോൺ എടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തു വന്നതിന് ശേഷം ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിന് നനയ്ക്കാനായിട്ടുള്ള ഇറിഗേഷൻ്റെ ഇതെല്ലാം ചെയ്തു കൊടുക്കണം. ഇതെല്ലാം ചെയ്തു വന്നു കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ് കൃഷിക്കാരൻ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പന്നികളുടെ ആക്രമണവും കാട്ടാനകളുടെ ആക്രമണവും പ്രത്യേകിച്ച് വനമേഖലകളിൽ ഉള്ളവരുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്തോറും.